രാജേന്ദ്ര അലേക്കർ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഗവർണർ ഒരു പക്ക RSSകാരനാണ്. RSSലൂടെ വളർന്നു വന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കേന്ദ്രത്തിലെ BJPയുടെ മനസ്സിലെന്താണോ അത് പ്രാവർത്തികമാക്കുന്ന ജോലിയാണ് അദ്ദേഹം ഇവിടെ നിർവഹിക്കുന്നത്. അതിലിപ്പോൾ കേന്ദ്ര BJP നേതാക്കളുടെ സ്റ്റാൻഡ് എന്ന് പറയുന്നത്, ഇത്തവണ കൂടെ കോൺഗ്രസ് പരാജയപ്പെട്ടാൽ കോൺഗ്രസിൽ നിന്ന് വലിയൊരു ഒഴുക്ക് BJPയിലേക്ക് കേരളത്തിലുണ്ടാകും. സ്വാഭാവികമായിട്ടും മാർക്സിസ്റ്റ് പാർട്ടി വീണ്ടും മൂന്നാമത് അധികാരത്തിൽ വരുമ്പോൾ അങ്ങനെ സംഭവം കേരളത്തിലുണ്ടാകും. അതോടെ കോൺഗ്രസ് ഇല്ലാതാവുകയും ആ ബേസിൽ കയറി വരാമെന്നാണ് BJPയുടെ അജണ്ട. ഇപ്പോൾ BJPയുടെ അജണ്ടയിൽ 2026 കുറേ MLAമാരെ കൊണ്ടുവരിക, അത് ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് അവർക്ക് തന്നെ അറിയാം. ഒരു 5-10 പേര് ആദ്യം, അതിനുശേഷം അത് 5 കൊല്ലം കൊണ്ട് ആ രീതിയിലുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് കിട്ടിയത്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് നിർമ്മല സീതാരാമൻ പിണറായിയെ പോയി കണ്ടത്. സാധാരണ ഇതൊരു ഒഫീഷ്യൽ ഡിസ്കഷൻ ആയിരുന്നെങ്കിൽ ഇത് കഴിഞ്ഞ് രണ്ടുപേരും പത്രക്കാരെ സന്ദർശനം എന്തായിരുന്നു എന്ന് ജനങ്ങൾക്കറിയാൻ അവകാശമുണ്ട്. ഇപ്പം ആകെ പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, അതിൽ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റങ്ങൾ തോമസ് മാഷ് പറഞ്ഞു. അതല്ലാതെ ആ ഡിസ്കഷൻ്റെ ഔട്ട്കം എന്താ?